ആ കടയിൽ നിന്ന് ഈ പൈസ എങ്ങനെയാണ് എടുക്കുന്നത്. ആൾക്കാർ വരുന്നു, കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവർ ഒന്നുകിൽ QR കോഡ് കാണിക്കില്ല, അല്ലെങ്കിൽ പറയും QR കോഡ് കേടായി, ഞങ്ങളുടെ കയ്യിലുണ്ട് വേറെ QR കോഡ് എന്ന് ഇവർ വാങ്ങിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇത് ഓസിയുടെ പേരല്ലല്ലോ, ദിയയുടെ പേരല്ലല്ലോ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരല്ല. അപ്പോൾ പറഞ്ഞു ആ സ്ഥാപനത്തിൻ്റെ പേരല്ല, ഇത് അക്കൗണ്ടിൻ്റെ പേരെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഇവർ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു, വെളിയിൽ പോയി നിന്ന് വാങ്ങിക്കുന്നു CCTVയിൽ വരാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. ഇതിലും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരാൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം 2 പേർക്ക് ഷെയർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെയും പലരുടെയും പേരുകൾ കിടക്കുന്നു, പൈസ പലർത്തോട്ടും സൈഫൺ ചെയ്തിരിക്കുന്നു. കാരണം ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം 32 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, ഒരു കുട്ടിയുടെ 12 13 അങ്ങനത്തെ തുകകൾ വന്നിരിക്കുക. ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നു 9 ലക്ഷം രൂപ. അപ്പോൾ കാര്യമായ തട്ടിപ്പാണ് ഇത്. നമുക്ക് മാത്രമല്ല, തുടർന്നും ഇന്ന് ബിസിനസ് ചെയ്യുന്നവർ ആലോചിക്കണം, നമ്മുടെ സ്റ്റാഫിലെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കരുത്. നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇവരുടെ സൈഡിൽ പോരായ്മയില്ലെന്ന് വെച്ചാൽ ഉണ്ട്, അത് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ശ്രദ്ധക്കുറവുണ്ട് ഇതിനകത്ത്. ഇപ്പം അവർ ക്രൈം ചെയ്തെങ്കിൽ പോലും ഞാൻ ഇവരെയും കുറ്റപ്പെടുത്തും. പക്ഷേ ഇത് 1-2 രൂപയുടെ തട്ടിപ്പല്ല നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഇത്രയും എവിഡൻസ് കൊടുത്തതിന് ശേഷവും ജാമ്യമില്ല വാറണ്ട് പ്രകാരം നമ്മളെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനവന് കാത്തിരിക്കുകയാണ്, വരട്ടെ.